CPI സംസ്ഥാന സെക്രട്ടറിക്ക് CPM പ്രവർത്തകന്റെ ഭീഷണി. ഇനിയും ജൽപ്പനം നടത്തിയാൽ കണക്ക് ചോദിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കോഴിക്കോട് നാദാപുരത്തെ CPM പ്രവർത്തകൻ രഞ്ജിത്ത് TP ആണ് ഫേസ്ബുക്കിൽ ഭീഷണിക്കുറിപ്പിട്ടത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മേഘന മുരളി ചേരുന്നു. മേഘന, SFIക്കെതിരായ വിമർശനത്തിൽ കടുത്ത ആരോപണങ്ങളാണ് ബിനോയ് വിശ്വത്തിനെതിരെ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഉന്നയിക്കുന്നത്. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോ? സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ കനത്ത ഭാഷയിലുള്ള ഒരു ഭീഷണിയാണ് കോഴിക്കോട് ജില്ലയിലുള്ള CPM പ്രവർത്തകൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കൊയിലാണ്ടിയിൽ SFI പ്രിൻസിപ്പൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് കനത്ത ഭാഷയിൽ ബിനോയ് വിശ്വം വിമർശിക്കുന്ന അല്ലെങ്കിൽ SFIയെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പുതിയ SFIക്കാർക്ക് ഇടതുപക്ഷത്തിന്റെ അർത്ഥം അറിയില്ല, SFI ശൈലി തിരുത്തണമെന്ന രീതിയിലുള്ള ഒരു വിമർശനങ്ങളൊക്കെ ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായാണ് ഇപ്പോൾ ഒരു നാദാപുരത്തെ CPM പ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് TP കല്ലാച്ചി എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നിന്ന് ഈ ഒരു ഭീഷണി സന്ദേശം വന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് നാദാപുരത്തെ CPM പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി MLAയും മന്ത്രിയുമായിട്ടുള്ള ആളാണ് ബിനോയ് വിശ്വം എന്നുള്ളതാണ്. അതായത് 2001 മുതൽ 2011 കാലഘട്ടം വരെ നാദാപുരത്തു നിന്നുള്ള MLA ആയിരുന്നു ബിനോയ് വിശ്വം. അതിനുശേഷം 2006 മുതൽ വനം വകുപ്പ് മന്ത്രിയായും അവിടെ നിന്ന് ബിനോയ് വിശ്വം എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതിന്റെയൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് CPM പ്രവർത്തകൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല അടിയന്തരാവസ്ഥ കാലത്തിൽ CPIയുടെ നിലപാടടക്കം ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ CPM പ്രവർത്തകൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ കൂടുതൽ അന്വേഷണങ്ങളോ കൂടുതൽ പ്രതികരണമോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. ഇതിൽ ബിനോയ് വിശ്വത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ ചോദിച്ചുവെങ്കിലും അതിൽ പ്രതികരിക്കാൻ ബിനോയ് വിശ്വം തയ്യാറായിട്ടില്ല. ഏതായാലും ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ കൊയിലാണ്ടിയിലെ ദേവമാതാ കോളേജിലെ ഈ ഒരു SFI പ്രിൻസിപ്പൽ സംഘർഷവുമായി ബന്ധപ്പെട്ട് ബിനോയ് വിശ്വത്തിന്റെ വാക്കുകൾ ബിനോയ് വിശ്വം SFI തിരുത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലേക്കും ഒരു ഭീഷണി സന്ദേശത്തിലേക്കും നയിച്ചത്. ശരി മേഘന.